പിന്നെ ഒരു സഹോദരിയുടെ ഒരു ചോദ്യമുള്ളത് 48 വയസ്സായിട്ടുണ്ട് അവർക്ക് OCD ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്യാട്രി മരുന്നൊക്കെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് വസ്വാസാണ്, ഇങ്ങനെ വൃത്തിയില്ലായ്മ. എവിടെ ചെന്നാലും കൈ കഴുകണമെങ്കിൽ വെള്ളം ഒരു വീട്ടിൽ ചെന്ന വെള്ളം ഗ്ലാസ് തന്നാൽ അതിനൊക്കെ ഒരു വൃത്തിക്കുറവുണ്ടോ അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥ. എന്നാൽ വൊളു എടുക്കുമ്പോഴോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, വൊളു എടുത്താൽ വീണ്ടും എടുക്കുക, മതിയായിട്ടില്ലാത്ത തോന്നുന്ന കയറ്റിയെല്ലാം കഴുകുക, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. മറ്റൊരു വീട്ടിലോ മറ്റൊരു കല്യാണത്തിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ വേറെയുള്ളതൊന്നും എപ്പോഴും അവിടെ വൃത്തിയില്ല അങ്ങനെ തോന്നുന്നൊരവസ്ഥ. അപ്പോൾ ഇതൊന്നും മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാനസികമായ ഒരു പ്രയാസം ഉണ്ട് അവർക്ക്. കാരണം എവിടെയും പോകാൻ പറ്റണില്ല, എവിടെ പോയാലും ഇങ്ങനത്തെ തോന്നലാണ്. അപ്പോൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നുള്ളതാണ് അവരെ ഒരു സംശയമായിട്ടുള്ളത്. കേൾക്കുമ്പോൾ നമുക്കൊരു OCDയുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് തന്നെ ഇത് തോന്നണത്. അതായത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു കാലത്ത് നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് എന്താണ് ശരിയല്ലാന്ന് തോന്നുക. അപ്പോൾ ഇവർ മുമ്പ് കല്യാണത്തിന് പോയിരുന്നില്ലേ, മുമ്പ് സൽക്കാരങ്ങളിൽ പങ്കെടുത്തിരുന്നില്ലേ, ആ സമയങ്ങളിലൊക്കെ എന്തായിരുന്നു, അവരോട് ഭക്ഷണം കഴിച്ചിരുന്നില്ലേ. അപ്പോൾ അന്നത്തെ അതേ അവസ്ഥ തന്നെയല്ല അവർക്കിപ്പോഴും ഉള്ളത്. അവർ പോയിരുന്ന അതേ വീടുകളിലാണ് പോകുന്നത്, അവരതേ വൃത്തിയിലും ഇതിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അവിടുന്ന് തൃപ്തികരമായി കഴിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം പറ്റാതെ വരുന്നത് അവരുടെ പ്രശ്നമല്ല, നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുള്ളൂ, ഇതൊക്കെ എൻ്റെ അനാവശ്യമായ ചില തോന്നലാണ്. കാരണം എന്താ, ഞാൻ മാത്രം കഴിക്കാതിട്ട് എന്താ, ഈ പോണ ആളുകളൊക്കെ അവരെ വീട്ടിൽ നിന്ന് കഴിക്കുന്നു. ഒരു ചായ മക്കാനിൽ നിന്ന് എത്ര ആൾ ചായ കുടിക്കണം ഒരേ ഗ്ലാസ് കൊണ്ട്, മനസ്സിലായില്ലേ. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്ലേറ്റ് എത്ര ആൾ ഉപയോഗിച്ച പ്ലേറ്റാണ്. അപ്പോൾ ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ എനിക്ക് മാത്രം ഇങ്ങനെ തോന്നുക ഇതെന്തൊരു വൃത്തിയില്ലാത്തത്, ഇതെന്താ ശരിയില്ലാത്തത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിൻ്റെ ഒരു തകരാറാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയും കൊണ്ട് നമ്മളെല്ലാവരെയും പോലെ തന്നെ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം. പിന്നെ ആകാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചികിത്സയ്ക്ക് തയ്യാറാവണം. അപ്പോൾ ആദ്യം നമുക്കിതൊരു OCD ആണ്, ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് പറയണമെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതാ ഡോക്ടറോട് ഈ കാര്യം കൂടി ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ ചിലപ്പോൾ അതിനോട് കമ്പൈൻ ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻ കൊടുത്താൽ ചിലപ്പോൾ ആശ്വാസം കിട്ടിയേക്കും.